അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ നാളെ താരീഖ് പരീക്ഷയാണല്ലേ. അപ്പോൾ ഞാൻ താരീഖിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് രണ്ടാമത്തെ പാഠമാണ് വായിക്കാൻ പോകുന്നത്. അദ്ദർസു സാനി, ബദർ സത്യവിശ്വാസത്തിൻ്റെ വിജയം. മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനു ഖൈനുഖാഹ്, ബനു ഖുറൈള, ബനു നളീർ എന്നിവരുമായി നബിത്തങ്ങൾ ഒരു കരാറുണ്ടാക്കി. മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു. അവർ മക്ക മുശ്രിക്കുകളെ സഹായിച്ചു. ഹിജ്റ 2-ാം വർഷം റമളാനിൽ മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദർ വെച്ച് ഒരു യുദ്ധം നടന്നു. മുസ്ലിങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിച്ചു. അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം. അർപ്പണബോധത്തോടെ നബിത്തങ്ങളും 313 സ്വഹാബികളും സമരസന്നദ്ധരായി. 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമാണ് അവർക്കുണ്ടായിരുന്നത്. ശക്തരായ 1000-ഓളം ഖുറൈശികൾ യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിറഞ്ഞു. അവർക്ക് 200 കുതിരകളും 700 ഒട്ടകങ്ങളും 600 അങ്കികളും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. ശത്രുപക്ഷത്ത് അബൂജഹൽ ഉൾപ്പെടെ 70 പേർ കൊല്ലപ്പെട്ടു. അത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. സ്വഹാബികളിൽ നിന്ന് 14 പേർ ഷഹീദായി. ബദറിൽ സംബന്ധിച്ച സ്വഹാബികളാരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്ത് മോചിതരായി. ദരിദ്രരിൽ ചിലർ മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി. ഇനി രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീവാത്താണ് പറയാൻ പോകുന്നത്. ഉത്തരം പറയാം. മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏവ? ബനു ഖൈനുഖാഹ്, ബനു ഖുറൈള, ബനു നളീർ. 2. നബിത്തങ്ങൾ ജൂതരുമായുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ. ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു? ഹിജ്റ 2-ാം വർഷം റമളാനിൽ. മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? 3 കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളുമായിരുന്നു അവർക്കുണ്ടായത്. ബദറിലെ ഷഹീദായവർ എത്ര? 14 പേർ. ദരിദ്രരായ തടവുകാര മോചനം നേടിയതെങ്ങനെ? മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി. 2. പൂരിപ്പിക്കാം. 1. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 2. ശക്തരായ 1000-ഓളം ഡാഷ് അണിനിറഞ്ഞു. ശക്തരായ 1000-ഓളം ഖുറൈശി യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിറഞ്ഞു. താങ്ക് യു.